1901 പണി തുടങ്ങി 1921 പണി പൂർത്തിയാക്കിയ ബ്രിട്ടീഷുകാരുടെ രാജ്ഞിയായിരുന്ന വിക്ടോറിയയുടെ സ്മരണാർത്ഥമായി നിർമ്മിച്ച വിക്ടോറിയ മെമ്മോറിയലിൻ്റെ അടുത്താണ് നമ്മളുള്ളത്. നമ്മളൊന്ന് കൊൽക്കത്തയിലാണുള്ളത്. കൊൽക്കത്തയിലെ വിക്ടോറിയ മെമ്മോറിയൽ ആൻഡ് മ്യൂസിയം കൂടിയാണ്. തൊട്ട് ബാക്കിൽ കാണാൻ കഴിയും. അതായത് ഒരു കൊട്ടാരം പോലെ ഉണ്ടാവും. ഉള്ളിൽ പലവിധ സംഭവങ്ങൾ കാണാനുണ്ട്, കുറേയധികം ചരിത്രങ്ങൾ കാണാനുണ്ട്. അപ്പോൾ നമ്മളിന്ന് അത് കാണാൻ വേണ്ടി പോകുന്നു. ഒരിക്കലും കൊൽക്കത്ത വരുമ്പോൾ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ. നമുക്കിന്ന് കണ്ടാലും കൊതി തീരാത്ത മതിയാവാത്ത ഒരു മെമ്മോറിയൽ കൂടിയാണിത്. നമ്മളിന്ന് അവിടുത്തെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. എന്നോടൊപ്പം നിങ്ങളും യാത്ര ചെയ്യുക, നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ലാസ്റ്റ് വെഞ്ചേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് അടിപൊളി ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. അത്യാവശ്യം നല്ല ഏക്കർ കണക്കിന് പരന്നെടുക്കുന്ന അടിപൊളി പൂന്തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് മുന്നിൽ തന്നെ കാണാൻ കഴിയുക. പിന്നെ ടിക്കറ്റ് ചാർജ് പറഞ്ഞിട്ട് 50 രൂപയാണ്. പിന്നെ നമുക്ക് ലഗേജൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് വയ്ക്കാം. അടിപൊളി ഒരു സ്ഥലം കേട്ടോ. ഭയങ്കര എന്താ പറയുക, നീറ്റ് ആൻഡ് ക്ലീനാണ്. അതുപോലെ തന്നെ കുറേ തണലുള്ള സ്ഥലങ്ങൾ കാര്യങ്ങൾ കുറേ ഉണ്ട്. ഒന്ന് റെസ്റ്റ് ചെയ്യാം. പിന്നെ 1 മണിക്കൂറുണ്ട് ഇതിൻ്റെ ഉള്ളിൽ പ്രവേശന സമയം എന്ന് പറയുന്നത്. ടിക്കറ്റ് എടുത്തതിന് ശേഷം കുറേയധികം പനമരം പോലുള്ള കുറച്ച് മരങ്ങൾ കാണാൻ കഴിയും. ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഈ സ്ഥലത്ത് നിൽക്കണ കാണാൻ. പിന്നെ കുറേ ആളുകൾ വന്ന് വിസിറ്റ് ചെയ്യുന്നൊരു സ്ഥലമാണ്. മെമ്മോറിയലിൻ്റെ അടുത്തായിട്ട് തന്നെ കുറച്ച് വെള്ളക്കെട്ടൊക്കെ കാണാൻ കഴിയും. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചെറിയൊരു തടാകം പോലെ തോന്നിക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് വിക്ടോറിയ എന്ന് പറയുന്നത്. വിക്ടോറിയ രാജ്ഞി ഇതാണ് കേട്ടോ. മുന്നിൽ തന്നെ നമുക്ക് അത്യാവശ്യം വലിയൊരു പ്രതിമയും കാര്യങ്ങളും കാണാൻ കഴിയും. പിന്നെ വിക്ടോറിയ മെമ്മോറിയലിന് മുന്നിലായിട്ടാണ് ഈ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ എന്തൊക്കെയോ കുറേയധികം പ്രതിമകളും കുറേയധികം കൊത്തുപണികളൊക്കെ കാണാൻ കഴിയും. കണ്ടില്ലേ? നമ്മളിനി വിക്ടോറിയ മെമ്മോറിയലിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇവിടെ കുറേയധികം ഗാർഡനും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. പിന്നെ ഇവിടെ വീഡിയോ അലൗഡ് ആണോയെന്നല്ല എനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല. അതുകൊണ്ടാണ് ഞാൻ മെല്ലെ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഗാർഡനും കാര്യങ്ങളൊക്കെ കണ്ടില്ല, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് മുന്നിൽ ഇത് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. നമ്മുടെ കൊൽക്കത്ത വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് വിശാലമായി കിടക്കുന്ന ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. നമ്മളെ വിക്ടോറിയ മെമ്മോറിയലിൻ്റെ യഥാർത്ഥ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഴുവനായി മാർബിൾ കൊണ്ട് പണിഞ്ഞൊരു മെമ്മോറിയൽ കേട്ടോ ഇത് കാണുന്നത്. അടിപൊളിയുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത എന്താ പറയുക കാഴ്ച തന്നെയാണ്. നമുക്കിനി ഇതിൻ്റെ അകത്ത് നോക്കട്ടെ. ഇവിടെ കുറേ സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിനി അകത്ത് കയറി നോക്കാം കേട്ടോ. കുറേയധികം ആളുകളുണ്ട് കേട്ടോ ഉള്ളിൽ. ഇതിൻ്റെ ഒരു ഭംഗി നോക്കിയാൽ നിങ്ങൾ, എന്തൊരു രസമാണ് കാണാൻ. കണ്ടില്ലേ? നമ്മളിത് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് കയറി വരുമ്പോൾ തന്നെ നമ്മൾ ചെസ് ബോർഡ് കണ്ടിട്ടില്ലേ, അതുപോലൊരു ഡിസൈനായിട്ടോ താഴെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ എന്താ പറയുക, അതിഗംഭീരമായ ഒരു നിർബന്ധി തന്നെയാണെന്ന് പറയാം. അത്രയും ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഫുള്ള് മാർബിളും കാര്യങ്ങളായി കേട്ടോ ഇതിൻ്റെ പുറത്ത് നമുക്ക് കാണാൻ കഴിയുക. ഒരു ഭംഗിയുള്ളൊരു സ്ഥലം തന്നെ കേട്ടോ. ഒരു രക്ഷയില്ലാത്തൊരു സ്ഥലമാണ് ഇത്. കണ്ടില്ലേ? ഭയങ്കര രസമാട്ടോ കാണാൻ. നമുക്ക് ഈ മെമ്മോറിയലിൻ്റെ പണി നടന്നുകൊണ്ടിരുന്ന സമയത്ത് കുറച്ച് ഫോട്ടോസൊക്കെ കാണാൻ കഴിയുന്നുണ്ടോ? കണ്ടില്ലേ? നല്ല ഗംഭീരമായ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ഇത്. ഗാർഡനും കാര്യങ്ങളൊക്കെ കേട്ടോ. ഗാർഡൻ്റെ പണി നടന്നുകൊണ്ടിരുന്ന സമയത്തുള്ള പഴയകാല ഫോട്ടോസാണ്. ഇവിടെ മേരി എന്ന് പറഞ്ഞൊരു ശില്പം കാണാൻ കഴിയും. അവിടുത്തെ കഴിഞ്ഞാൽ ഇവിടെയും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും കാണാൻ കഴിയും. ഇത് പണി നടന്നുകൊണ്ട് 1912 കേട്ടോ. പണി നടക്കുന്ന കാലഘട്ടത്തെ കാഴ്ചകളാണ്. കണ്ടില്ലേ? ഭയങ്കര ഗംഭീരമായി പണി നടന്നുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ എടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു മോഡൽ എന്ന് പറയുന്നത്. കണ്ടില്ലേ? ഇത് ഗാർഡനും കാര്യങ്ങളൊക്കെയാണ്. എൻജിനീയറിങ് പോസിങ്, ഇതൊക്കെ എൻജിനീയേഴ്സ് കേട്ടോ. ഫോട്ടോക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്ന കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കൊത്തുപണികൾ നടന്ന സംഭവമാണ്.
ഉള്ളോട്ട് പോയി നോക്കാം. അതായത് ഇതിൻ്റെ ഒരു വലതുവശമുണ്ട് ഈ കാണുന്നത്. പക്ഷേ അതിമനോഹരമായിട്ടുള്ള കാഴ്ചയോട്ടോ കാണാൻ കഴിയുന്നത്. ഇത് നോക്കിയാൽ നിങ്ങളൊരു ഗോൾഡൻ വൈറ്റ് ഫിനിഷിലാട്ടോ ഇത് പണിതിട്ടുള്ള. അയ്യോ, ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഗൈസ്. അവിടെ ഗൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് താജ്മഹലിൻ്റെ ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ, ഒരു ആർട്ട് വർക്ക് ഉണ്ട് ഇവിടെ. ഇവിടെ എന്തൊക്കെയോ കുറേ ആർട്ട് വർക്കും കാര്യങ്ങളും കാണാൻ കഴിയും. കണ്ടില്ലേ, ഒരു മൊത്തത്തിൽ സംഭവം തന്നെ കേട്ടോ. ഈ കാണുന്ന മെഷീന് എന്തോ പണി ആയുധം പോലുള്ളൊരു മെഷീനാട്ടോ. എനിക്ക് കറക്റ്റ് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിൽ വായിച്ച് നോക്കിയാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്കാണെങ്കിൽ ഒന്ന് വായിച്ച് നോക്കി എന്താണെന്ന് മനസ്സിലാക്കാം കേട്ടോ. ഒരുപാട് പഴക്കം ചെന്ന പിക്ചേഴ്സൊക്കെ ഇവിടെ കാണുന്നത് നമ്മൾ. പിന്നെ ഇതിൻ്റെ ചെറിയൊരു മോഡലാണ് കാണുന്നത്. അതായത് നമ്മുടെ വിക്ടോറിയ മെമ്മോറിയലിൻ്റെ ചെറിയൊരു മോഡലായി കാണുന്നത്. അതായത് പഴയകാല സ്റ്റീം എഞ്ചിനിൽ ഓടുന്ന ഒരു ട്രെയിനും അതുപോലെ തന്നെ കുറേ ബ്രിട്ടീഷുകാരും കുറച്ച് ഇന്ത്യക്കാരനെയൊക്കെ കാണാൻ കഴിയും ഈ പിക്ചറിൽ. പിന്നെ തൊട്ടിപ്പുറത്ത് വരുമ്പോൾ നമുക്ക് വലിയൊരു ആർട്ട് വർക്ക് കാണാൻ കഴിയും കേട്ടോ. അതായത് അത്രയും വലുതാണ് ഇതിങ്ങനെ ഒരു 4 മനുഷ്യൻ്റെ ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഒരു 4 മനുഷ്യൻ്റെ ഹൈറ്റാണ് ഈ കാണുന്നത്. നമുക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും, പക്ഷെ 4 മനുഷ്യൻ്റെ ഒരു ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഇതിൽ കാണുന്നത് ഒരു ആനൻ്റെ മേലെ കയറി സഞ്ചരിക്കുന്ന കുറച്ച് ബ്രിട്ടീഷുകാരും താഴെ കുറച്ച് ഭടന്മാരും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. അയ്യോ, ഒരു രക്ഷയില്ല കേട്ടോ. പഴയകാല പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഈ ഭാഗത്തൊരു പായക്കപ്പലിൻ്റെ ചെറിയൊരു മോഡലും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും കേട്ടോ. മോഡൽ ഓഫ് സെയിലിംഗ് ഷിപ്പ്. 19ാമത്തെ സെഞ്ചുറിയിലുള്ള ഒരു പായക്കപ്പലോടെ കാണുന്നത്. ഈ ഭാഗത്ത് വന്നാൽ നമുക്കൊരു പിയാനോ കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും കേട്ടോ. വിക്ടോറിയ രാജ്ഞി ഉപയോഗിച്ച ഒരു പിയാനോ കാര്യങ്ങളാണ്. കുറേയധികം പിയാനോകൾ ഓൾറെഡി നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ 69ാമത്തെ പിയാനോ കാര്യങ്ങളൊക്കെ കേട്ടത്. ഭാഗത്ത് നമുക്ക് കുറേ ചിത്രങ്ങളും കാണാൻ കഴിയും. അതായത് അത്യാവശ്യം നല്ല വലിയൊരു ചിത്രം ഉണ്ടാവും. ഇത് ഭയങ്കര വലിയൊരു ചിത്രം ഉണ്ടാവും. നമുക്ക് ഇതൊക്കെ ഇതിനുള്ളിൽ കയറുമ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ വന്ന് എത്തിച്ചേർന്ന പോലെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ ഇവിടുത്തെ കാഴ്ച എന്ന് പറയുന്നത്. കണ്ടില്ലേ, നമുക്കിനി മെയിനായിട്ടുള്ളൊരു സ്ഥലത്തോട്ട് പോയി നോക്കാം. അവിടെ വിക്ടോറിയ രാജ്ഞിൻ്റെ ശില്പവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഭാഗത്തായിട്ടൊരു ഗണ്ണ് കാണാൻ കഴിയും. ഇത് എൻഫീൽഡ് ഗണ്ണാണ്. 1865 നിർമ്മിക്കപ്പെട്ട ഒരു ഗണ്ണാട്ടോ കാണുന്നത്. നമ്മൾ ഉള്ളിലോട്ട് കയറി വരുമ്പോൾ തന്നെ വിക്ടോറിയ രാജ്ഞിൻ്റെ ഒരു ശില്പമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അത്യാവശ്യം ആളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിഭീകരമായി തോന്നിക്കുന്ന അതിമനോഹാരിത നിറഞ്ഞ ഒരു മെമ്മോറിയൽ തന്നെ കേട്ടോ. ഇതിൻ്റെ ഉള്ളിലായിട്ട് കയറി വരുമ്പോഴത്തേക്ക് ശരിക്കുള്ള ഭംഗി നമുക്ക് മനസ്സിലാവുക. പണ്ട് കാലത്ത് ഉപയോഗിച്ച് വന്നിരുന്ന കുറച്ച് വാളുകളും അതുപോലെ തന്നെ ഇതിനെന്താ പേര് പറയാം, എന്തോ ആണ്, എനിക്ക് മറന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാഴ്ചകൾ കാണാൻ കഴിയും. പിന്നെ ഇവിടെ പറയേണ്ടതായിട്ടുള്ളത് ഇവിടെ തൂണുകളുടെ കാര്യമാണ്. ഇവിടുത്തെ തൂണുകൾ കാണുമ്പോൾ തന്നെ ജൈൻജാൻറ്റിക് ഫീൽ ചെയ്യുന്ന അത്യാവശ്യം നല്ല ഹൈറ്റും നല്ല വെയിറ്റുള്ളൊരു എന്താ പറയുക തൂണുകളും കാര്യങ്ങളൊക്കെയാണ്. ഈ മെമ്മോറിയലിനെ കുറിച്ച് വിശദീകരിച്ച് കുറേയധികം ലാംഗ്വേജിൽ ഇവിടെ വിശദീകരിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ആ ഭാഗത്തൊക്കെ അറബിക്കിലും ഇംഗ്ലീഷിലും ബംഗാളിലും അങ്ങനെ പല ലാംഗ്വേജിലായിട്ട് എഴുതിയ കുറച്ച് ഇങ്ങനെ കാര്യങ്ങൾ കാണാൻ കഴിയും. പിന്നെ ഈ ഭാഗത്ത് വരുമ്പോൾ ഒബ്ജക്റ്റ് ഓഫ് ദ മന്തോ എന്ത് സാധനം, ഇവിടെ ചെറിയൊരു ദുർഗാദേവിയുടെ ചെറിയൊരു ഫോട്ടോ കാണാൻ കഴിയും. തൊട്ടപ്പുറത്ത് നമുക്കിവിടെ പണ്ട് കാലത്ത് ഉപയോഗിച്ച് വന്നിരുന്ന ഒരു ചെയർ കാണാൻ കഴിയും കേട്ടോ. ഇത് യൂറോപ്യൻ സ്റ്റൈലിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ പണ്ട് കാലത്ത് ഉപയോഗിച്ച് വന്നിരുന്ന കുറച്ച് കുന്തവും അതുപോലെ തന്നെ വാളുകളും കാണാനൊക്കെ കാണാൻ കഴിയും കേട്ടോ. ഭയങ്കര ഭംഗിയുള്ളൊരു കാഴ്ച തന്നെ കേട്ടോ. അത് നോക്കാം, അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. ഇത്തരം പഴയകാല ആയുധങ്ങളും അതുപോലെ തന്നെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന സംഭവങ്ങളൊക്കെ ഇപ്പോഴും ഇവർ നല്ല രീതിയിൽ സൂക്ഷിച്ചു വരുന്നു കേട്ടോ. അപ്പോൾ കൊൽക്കത്ത വരികയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് കേട്ടത്.
നമ്മൾ എൻട്രൻസ് നിന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് നല്ല മനോഹരമായിട്ടുള്ള ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിപ്പോൾ ബാക്ക് വശത്തൂടെ ഒന്ന് ഇറങ്ങി പുറത്തോട്ട് ചെല്ലുകയാണ്. ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ് നമുക്ക് കാണാം. അതായത് ഇവിടെയും കുറച്ച് വീരങ്കികളും കണ്ടില്ലേ, ഇവിടെ ഒരു വീരങ്കിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. ഭയങ്കര പഴക്കം ചെന്ന വീരങ്കികളൊക്കെ കാണും കേട്ടോ. വീരങ്കിയുടെ ഒരു യഥാർത്ഥ കാഴ്ച നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ, ഭയങ്കര എന്താ പറയുക വെയിറ്റുള്ളൊരു സാധനം കേട്ടോ. ഇതിൻ്റെ വീല് പറയുന്നത് ഇരുമ്പ് വേണ്ടിയും മരത്തടിയും കൊണ്ട് നിർമ്മിച്ചൊരു വീലും കാര്യങ്ങളൊക്കെയാണ്. അപ്പുറത്തായിട്ട് പണ്ട് കാലത്ത് ഉപയോഗിച്ച് വന്നിരുന്ന കുറച്ച് ഗണ്ണുകളും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും കേട്ടോ. അടിപൊളി ഗണ്ണുകളും കാര്യങ്ങളും. ആഹാ, നല്ല രസമുണ്ട് ഇത് കാണാൻ. ഇതിന് ഡിസൈൻ വർക്ക് കണ്ടില്ലേ, എന്ത് രസമാണെന്ന്. അതുപോലെ തന്നെ നമ്മൾ ഈ ഭാഗത്തായിട്ട് ക്ലീവ് കൊണ്ടൊരു ബ്രിട്ടീഷുകാരൻ്റെ ഒരു പ്രതിമ നിൽക്കുന്നത് കാണാൻ കഴിയും. ഈ ഭാഗം നല്ല അടിപൊളിയായിട്ട് മനോഹരമാക്കിയിട്ടുള്ളൊരു ഭാഗം കൂടിയാണ്. കണ്ടില്ലേ, മേലെ കുറേയധികം ജാലകങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. അത്രയും നമുക്ക് കുറേയധികം വാളുകളും അതുപോലെ തന്നെ കത്തിയും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ടാണ് കാണാൻ. ഇതിൻ്റെയൊക്കെ ഒരു ഡിസൈൻ തന്നെ കാണാൻ തന്നെ ഒരു പ്രത്യേക രസം തന്നെയാണ്. കണ്ടോ, നമുക്ക് ഈ ഭാഗത്തായിട്ടും ഒരു വീരങ്കി കാര്യങ്ങൾ കാണാൻ കഴിയും. 2 വീരങ്കികളുണ്ട് അപ്പുറത്തും ഇപ്പുറത്തായിട്ട്. അവിടെ ഒന്ന് ഇവിടെ ഒന്നുണ്ട് കണ്ടില്ല, അത് സെയിം വീരങ്കി കേട്ടത്. അത്യാവശ്യം നല്ല പഴക്കം ചെന്ന വീരങ്കിയാണ്, നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇരുമ്പും അതുപോലെ തന്നെ മരവും ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് കണ്ടോ. ഇതെന്തോ എൻജിനീയറിങ് വർക്കിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന എന്തൊക്കെയോ സംഭവങ്ങളും കാര്യങ്ങളും, എന്തൊക്കെയോ മിഷനറി കാര്യങ്ങളൊക്കെയാണ് ആ കാലത്ത്. എന്തെന്നൊരു ഐഡിയ കിട്ടുന്നില്ല കണ്ടിട്ട്. ഈ ഭാഗത്ത് നമുക്ക് ചെറിയ ചെറിയ ഗണ്ണുകൾ കാണാൻ കഴിയും. ഒന്ന് ഇതിൽ ഭയങ്കര വലുതാണ്, ഇതൊരു ചെറിയൊരു ഗണ്ണാണ് കേട്ടോ. ഒരുപാട് നമ്മളൊരു 1 മീറ്റർ വലുപ്പമുള്ളൊരു ഗണ്ണാണിത്. ഏകദേശം 1 മീറ്റർ ഉള്ളൂ. ഇത് കുറച്ച് നീളം കൂടുതൽ, അതൊരു 1.5 മീറ്ററിൻ്റെ മേലെ വലുപ്പമുണ്ട് കേട്ടോ. ഈ ഒരു ഗണ്ണ് പറയുന്നത്, ഈ ഒരു ഗണ്ണും അതുപോലെയാണ് 1.5 മീറ്ററിൻ്റെ അടുത്ത് വലുപ്പമുണ്ട്. ഇത് ഏകദേശം 1 മീറ്ററിൻ്റെ അടുത്ത് വലുപ്പമുള്ളൂ. ചെറിയൊരു ഗണ്ണാണ്. ഭയങ്കര എന്താ പറയുക, ഒരു പ്രത്യേകത കേട്ടോ. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഈ ഗണ്ണിൻ്റെയൊക്കെ ഒരു നിർമ്മിതി എന്ന് പറയുന്നത്. തൊട്ടിപ്പുറത്തായിട്ട് നമുക്കിതാ പഴയകാല കുറച്ച് വാളുകളും കാര്യങ്ങളും കാണാൻ കഴിയും. ഫ്രണ്ട്സ്, ഈ കാണുന്നത് ക്യാനൺ ബോളാണ് കേട്ടോ. അതായത് വീരങ്കിലിടുന്ന അരയ്ക്കുന്ന ഉണ്ടയാട്ടോ ഈ കാണുന്നത്. തൊട്ടുപുറത്തായിട്ട് ഇവിടെയും കുറച്ച് വാളുകളും കത്തികളും ചെറിയൊരു തോക്കും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. ഈ ഗണ്ണ് അത്യാവശ്യം ഏകദേശം ഒരു 1 മീറ്ററിൻ്റെ അടുത്ത് വലുപ്പമുണ്ട് കേട്ടോ. സെയിം തന്നെയാണ്, അത്യാവശ്യം തടി കാര്യങ്ങളുണ്ട്. ഇത് കുറച്ച് നീളം കൂടിയൊരു ഗണ്ണാണ്. ഈ ഭാഗത്തോട്ട് വരുമ്പോൾ കുറച്ച് ആളുകളുടെ ഫോട്ടോസും കാര്യങ്ങളും കാണാൻ കഴിയും. ഇത് സ്വാമി വിവേകാനന്ദൻ്റെ ഫോട്ടോ ആണ്. തൊട്ടിപ്പുറത്ത് നമുക്ക് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു ഫോട്ടോ കാണാൻ കഴിയും. ഈ ഭാഗത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു പണ്ഡിറ്റ് മദൻ മോഹൻ മലവിയ എന്നാട്ടോ. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കുറേ ആളുകളുടെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. 2 സൈഡുണ്ട് കേട്ടോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് വന്നിട്ട് ബൽ ഗംഗാധർ തിലക് എന്നാട്ടോ. നമുക്ക് എല്ലാവർക്കും പരിചിതമായ പേരുകളും വ്യക്തികളൊക്കെ നമ്മൾ പഠിച്ചതും കാര്യങ്ങളൊക്കെയാണ്. ഇതിനെക്കുറിച്ചൊക്കെ ഓർമ്മയില്ലാന്നേ ഉള്ളൂ. ഇദ്ദേഹത്തിൻ്റെ പേര് വന്നിട്ട് റഷ് ബെഹാരി ഘോഷ് എന്നാട്ടോ. ഇത് വന്നിട്ട് ബങ്കിം ചന്ദ്ര ചതോപാധ്യ. ഞാനിവിടെ കേട്ടിട്ടുണ്ടല്ലോ. കുറച്ച് ഫോറിൻസൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. ഈ ഭാഗത്തായിട്ട് ഇദ്ദേഹത്തിൻ്റെ പേര് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. ഞാനതൊക്കെ കേട്ട് മറന്നൊരു പേര് പോലെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഞാൻ പറഞ്ഞ മിഷൻ അതൊക്കെ കേട്ടോ. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നമുക്കിനി ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഇത് രാജ മൻമോഹൻ റോയിൻ്റെ ഒരു ഫോട്ടോ ആണ് കേട്ടോ കാണുന്നത്. പെയിൻറ്റിങ് ആണ് ഇതൊക്കെ. പിന്നെ തൊട്ടിപ്പുറത്ത് നമുക്ക് ഈ ഭാഗത്തായിട്ട് നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു പെയിൻറ്റിംഗ് ആണ് ഈ കാണുന്നത്. തൊട്ടിപ്പുറത്തായിട്ട്
അബ്ദുൽ ഗഫാർ ഖാൻ്റെ ഒരു ഫോട്ടോ കാണാൻ കഴിയും. തൊട്ടിപ്പുറത്ത് ഖുദിറാം ബോസിൻ്റെ ഒരു ഫോട്ടോ ആണ്. ഈ കാണുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ ആണ് കേട്ടോ. ഇപ്പോൾ വലിയ വലിയ വ്യക്തികളുടെ ഫോട്ടോസൊക്കെ ഭാഗത്തുണ്ട്. ഇവിടെ നമ്മുടെ ഗാന്ധിജിയുടെ ഫോട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഒരു പെയിൻറ്റിങ്ങും കാര്യങ്ങൾ കാണാൻ കഴിയും. ഈ കാണുന്ന ഇദ്ദേഹത്തിൻ്റെ പേര് ദേശബന്ധു ചിത്തരഞ്ജൻ ദാസ് എന്നാട്ടോ. ഇവിടെ നമ്മുടെ മഹാത്മാഗാന്ധിയൊക്കെ നിൽക്കുന്നുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ഗോപാൽ കൃഷ്ണ ഗോഖാലെ. നമുക്ക് കേട്ട് പരിചയപ്പെട്ട പേരുകളും കുറേ വ്യക്തികളൊക്കെയാണ്. നമ്മൾ കുറേ പഠിച്ചതും കാര്യങ്ങളൊക്കെ കേട്ടോ. ചരിത്രത്തിൽ നമുക്ക് കുറേയധികം പഠിക്കാനുണ്ടാവും സ്കൂളുകളിലും കോളേജുകളിലൊക്കെ. അപ്പോൾ എല്ലാ ആളുകളുടെയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൂടെ കാണാൻ കഴിയും. ഈ ഭാഗത്ത് സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ നമുക്ക് മേലെ പോയി നോക്കട്ടോ, മേലുള്ള കാഴ്ചകൾ എന്താണെന്ന്. അടിപൊളി ഒരു സ്റ്റെപ്പ് കിട്ടോ. പഴയകാല ശൈലിയിൽ നിർമ്മിച്ചൊരു സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ആ പടം തുപ്പിക്കൂട്ടിയിട്ടുണ്ടല്ലോ, എന്തൊരു കഷ്ടമാണിത്. സ്റ്റെപ്പ് കയറി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു ബാൽക്കണി പോലൊരു സംഭവം കാണാൻ കഴിയും. നമുക്കിവിടുന്ന് അതിവിശാലമായ ഒരു വ്യൂ തന്നെ ലഭിക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ? നമ്മൾ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മളെ ബാൽക്കണിയിൽ നിന്ന് കുറച്ച് വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഡോറ് കാണാൻ കഴിയും. പിന്നെ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ട് കുറച്ച് പ്രൊജക്ടറും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇവിടെ ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സ്ഥലം AC കൊണ്ട് കൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇവിടെ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്. അവിടെ എന്തൊക്കെയൊക്കെയോ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേയിൽ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. എന്താ അതിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളും വ്യക്തികളിലൊക്കെ. ഇവിടെ നമുക്ക് പഴയകാല ന്യൂസ് പേപ്പറും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും കേട്ടോ. അത്യാവശ്യം ഭയങ്കര ശോകമാണല്ലോ ഇതിൻ്റെ അവസ്ഥ അല്ലേ? ഈ കാണുന്നത് 1907 ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. വന്ദേ മാതരം ഡെയിലി 20 ഫെബ്രുവരി 1907 കേട്ടോ. ഈ ഭാഗത്തായിട്ട് വന്ദേ മാതരത്തിൻ്റെ ചെറിയൊരു ഫ്രണ്ട് പേജാണ് കാണാൻ കഴിയുന്നത്. ഫ്രണ്ട് പേജ് ഓഫ് വന്ദേ മാതരം വീക്കിലി എഡിഷൻ 1907. ഇവിടെ ഒരാളുടെ ഫോട്ടോ കാണാൻ കഴിയും. പഴയകാല ഫോട്ടോ കേട്ടോ. ശ്രീ ഔറോബിന്ദോ അറ്റ് കിങ്സ് കോളേജ് കേംബ്രിഡ്ജ് 1890 1892. ഇവിടെ ഒരു അറസ്റ്റ് വാറണ്ടിൻ്റെ ഒരു പേജും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. ഇവിടെ നമുക്കൊരു സെല്ല് കാണാൻ കഴിയും. ആണല്ലേ? അങ്ങനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. തൊട്ടിപ്പുറത്തുണ്ട് ഇതിൻ്റെ. ഇത് വന്നിട്ട് ജഡ്ജ്മെൻറ്റ് ഓഫ് ബരീന്ദ്ര കുമാർ ഘോഷ് ഇൻ ദ അലിപ്പോർ കേസ് ട്രയൽ 6 May 1901. ഈ കാണുന്ന വ്യക്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നൊരു കാഴ്ച കേട്ടോ. ഇയാളുടെ പേര് പുരിഗ്രാം ബോസ് എന്നാണ്. ഇദ്ദേഹം ഒരു ബോംബ് അറ്റാക്ക് ചെയ്തൊരു വ്യക്തിയാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന കാഴ്ചകളും പിന്നെ അയാളുടെ ലെറ്റർ ടു ദ കാണാൻ കഴിയുന്നില്ലല്ലോ ലെറ്റർ ടു ദ കമ്മീഷണർ ഓഫ് പോലീസ് കൽക്കത്ത ഡിസ്ക്രൈബിങ് ദ മസാഫർപൂർ ബോംബ് കേസ്. അതായത് ഇദ്ദേഹമാണത് ബോംബ് കേസിൽ പെട്ട പ്രതിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന കാഴ്ചയാണ്. ഈ കാണുന്നത് എന്തൊക്കെയോ പേപ്പറും കാര്യങ്ങളൊക്കെയാണ് കാണാൻ കഴിയും. നമുക്ക് ഈ ഭാഗത്തിൽ കുറച്ച് റിവോൾവറും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും കേട്ടോ. കണ്ടില്ലേ? പഴയകാല റിവോൾവറും കാര്യങ്ങളൊക്കെയാണ്. നല്ല ഭംഗിയുണ്ട് ഒരു സാധനം കാണാൻ. ഓക്കെ, റിവോൾവർ എല്ലാം റിവോൾവറാണ്. അതിൻ്റെ ബുള്ളറ്റും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. കണ്ടില്ലേ? നല്ല രസം കേട്ടോ. ഇതൊക്കെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഇവിടെ നമുക്കൊരു റൈഫിൾ കാണാൻ കഴിയും. കണ്ടില്ലേ? ഇവിടെ നമുക്ക് കുറച്ച് പിസ്റ്റൽ കാണാൻ കഴിയുന്നുണ്ടോ? പിസ്റ്റലും അതിൻ്റെ ബുള്ളറ്റും കാര്യങ്ങളൊക്കെയാണ്. ചെറിയൊരു പിസ്റ്റലാണ്. ഇതും ഒരു പിസ്റ്റലാണ്. ഭയങ്കര ചെറുതാട്ടോ കാണാൻ. ഈ ഭാഗത്തായിട്ട് കുറച്ച് ന്യൂസ് പേപ്പറിൻ്റെ പീസും അതുപോലെ തന്നെ പഴയകാല ഫോട്ടോ കാര്യങ്ങളുണ്ട്. ഇത് റൈറ്റേഴ്സ് ബിൽഡിംഗ് കൊൽക്കത്ത കേട്ടോ. റൈറ്റേഴ്സിൻ്റെ ബിൽഡിംഗാണ്. ഇതെന്താണ്? ബംഗാൾ ക്രിമിനൽ ഇൻ്റലിജൻസ്. എന്താ ഇത് വായിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഇൻ്റലിജൻസ് ബസേട്ടയോ എന്താണാവോ അറിയില്ല. അപ്പോൾ ഈ ഭാഗത്തായിട്ട് കുറച്ച് വ്യക്തികളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും.
പിയോൺ ബോസ്, ബഡൽ ഗുപ്തെ, ദിനേഷ് ഗുപ്തെ. നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ചെറിയൊരു പ്രൊജക്ഷനും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. ഇവിടെ കണ്ടില്ലേ, പക്ഷെ നല്ല രസമുള്ളൊരു സംഭവം കേട്ടോ. ഇവിടെ എന്തൊക്കെയോ ഉണ്ട് കാണാൻ, പല ജാതി പല സംഭവങ്ങൾ, ചരിത്രപരമായ പല കാര്യങ്ങളും ഇവിടെ കാണാനുണ്ട്. ഇവിടെയും കുറേയധികം നോട്ടീസുകളും കുറേ പേപ്പർ കഷ്ണങ്ങളൊക്കെ കാണാൻ കഴിയും. പഴയകാല ഇൻ്റലിജൻസ് റിപ്പോർട്ട് കാണുന്നില്ലല്ലോ. വിത്ത് ഡീറ്റെയിൽസ് ഓഫ് ഇൻമേറ്റ്സ് അറ്റ് ഇന്ത്യൻ ഹൗസ് ലണ്ടൻ. ഞാൻ കാണിച്ചിട്ട് നിങ്ങൾ വായിച്ചെടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് പൗസ് ചെയ്ത് വായിച്ചെടുത്താൽ മതി. പിന്നെ ഇവിടെ നമുക്ക് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് മന്ത്ലി ജേണൽ പബ്ലിഷ്ഡ് ബൈ ശ്യാംജി കൃഷ്ണ വർമ്മ. പിന്നെ പേരുകൾ വായിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. തൊള്ളയൊക്കെ കൊള്ളുന്നില്ലേ പേര്, നാക്കുളുക്കുന്നു. ഇൻഡിപെൻഡൻറ്റ് ഹിന്ദുസ്ഥാൻ, ചെറിയൊരു കഷ്ണം പേപ്പറും കാര്യങ്ങളും. ഇതിൻ്റെ എൻഡ് സൈഡ് കണ്ടോ, എഡ്ജ് ഭാഗം കത്തി നശിച്ച പോലൊരു കാണുന്നുണ്ട്. പക്ഷേ എന്താ അങ്ങനെയെന്ന് തന്നെ അറിയില്ല. കുറേ അധികം ആളുകളുണ്ട്. മെമ്പേഴ്സ് ഓഫ് ദ ഗാർഡർ പാർട്ടി എ ഗ്രൂപ്പ് ഓഫ് ഗാർഡേഴ്സ് അറ്റ് ദ സ്റ്റോക്ക് ടൗൺ ഗൗർദ്വാര. വായിക്കാൻ കഴിയുന്നില്ല, ഭയങ്കര കഷ്ടപ്പാടുള്ള വേർഡൊക്കെയാണ് കേട്ടോ, വാക്കുകളൊക്കെയാണ്. ഇപ്പം നമുക്ക് കുറച്ചധികം ആളുകളുടെ ഫോട്ടോസ്, തടവ് പുള്ളികളുടെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെയാണ്. സിഖുകാരാണ് തോന്നുന്നു. കണ്ടില്ലേ, അറസ്റ്റ് ഓഫ് ബങ്ക്ന സെക്കൻഡ് ഫ്രം റൈറ്റ്. അങ്ങനെ കുറച്ച് ആളുകളുടെ ഫോട്ടോസ്, നല്ല ഒരുപാട് പഴക്കം ചെന്നൊരു ഫോട്ടോ കാര്യങ്ങളൊക്കെയാണ്. ഇനി നമുക്ക് കുറച്ച് ആ ഭാഗത്തോട്ട്, ഇവിടെ ഒരു വ്യക്തിൻ്റെ ഫോട്ടോ കാണാൻ കഴിയും. നമുക്കിത് ആ ഭാഗത്തോട്ട് പോയി നോക്കട്ടോ, അതിൻ്റെ ഉള്ളിലോട്ട്. അങ്ങനെ സുഹൃത്തുക്കൾ, നമ്മളിവിടുത്തെ അതിമനോഹരമായിട്ടുള്ള കാഴ്ച കണ്ട് പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഇത് നമ്മുടെ മെമ്മോറിയലിൻ്റെ ബാക്ക് സൈഡ് കേട്ടോ, ഒരു ബാക്ക് വശമാണ്. കണ്ടില്ലേ, ഇവിടെയും ചെറിയൊരു വീരങ്കിയും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. ഭയങ്കര നല്ല ഫിനിഷിങ് ഉണ്ട് കേട്ടോ. ഇവിടുന്ന് പുറത്തോട്ടിറങ്ങുന്നൊരു വഴികളും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ എന്തൊക്കെയോ വീഡിയോഗ്രാഫി ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ടല്ലേ, നല്ല ഭംഗി നിറഞ്ഞൊരു ഗാർഡനും കാര്യങ്ങളും അടിപൊളിയുണ്ട്. ഇതിൻ്റെ ഒരു ഭംഗി നോക്കണേ, ഇതൊരു രസമാണ് മോനെ. ഈ കാണുന്നത് മെമ്മോറിയലിൻ്റെ ബാക്ക് വാഷാണ്. അതായത് ഇവിടെയും അത്യാവശ്യം ആളുകൾ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയും കുറച്ച് കുളം പോലൊരു സംഭവങ്ങളൊക്കെ കാണാൻ കഴിയും. കുറേയധികം ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സൈഡിലൂടെ നടന്നിട്ട് നമുക്ക് എൻട്രൻസിലോട്ട് പോകണം. അവിടെ ബാഗ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ചധികം ഫോറിനേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് കണ്ടില്ലേ, കുറേയധികം ആളുകളുണ്ട്. കൊള്ളാം, നല്ല അടിപൊളി സ്ഥലം. പിന്നെ കൊൽക്കത്ത വരികയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ്. ഒരിക്കലും മിസ് ചെയ്യരുത്. അടിപൊളിയാട്ടോ. വരുന്നതിന് 50 രൂപ ടിക്കറ്റ്, വരുന്നതിന് വർത്തായിട്ടുള്ളൊരു സംഭവമാണ്. ഈ കാണുന്നത് മെമ്മോറിയലിൻ്റെ ഒരു ഇടത്തെ ഭാഗത്തൊരു വശമാണ് കേട്ടോ. കണ്ടില്ലേ, ഈ ഭാഗത്ത് എവിടെ നോക്കിയാലും ഭയങ്കര ഭംഗിയാട്ടോ. ഈ മെമ്മോറിയൽ കാണാൻ അത്രയും ഭംഗി നിറഞ്ഞൊരു മെമ്മോറിയൽ തന്നെയാണ്. ഇതിൻ്റെ ഒരു കൊത്തുപണികളൊക്കെ കാണണം നിങ്ങൾ. നമ്മൾ അമ്പരപ്പിക്കുന്ന രീതിയിലുള്ളൊരു മനോഹരിത നിറഞ്ഞ ഒരു മെമ്മോറിയൽ വേണമെന്നൊക്കെ പറയാം. ഒരു കൊട്ടാരം പോലെ കാണുമ്പോൾ തന്നെ. കാണുന്നത് വിക്ടോറിയ മെമ്മോറിയലിൻ്റെ വലത്തെ സൈഡാണ് കേട്ടോ. രണ്ട് സൈഡ് വശവും ഒരേപോലെ തന്നെയാണ്. ഇതിൻ്റെ ഫ്രണ്ടേജാണ് കാണാൻ കുറച്ചുകൂടി ഭംഗി കേട്ടോ. ഇവിടെയും കുറേ ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉണ്ടല്ലേ, കുറേ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ആളുകൾ വിശ്രമിക്കാമെന്നിരിക്കുന്ന ഒരു അടിപൊളി സ്ഥലം കൂടിയാണ്. അപ്പോൾ നമുക്ക് കുറേ നേരത്തെ ഇതിൻ്റെ ഉള്ളിലത്തെ സന്ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇല്ല, എനിക്കിടത്ത് പോകാൻ തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്.